ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്നെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്നെ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ളമേ സ്തുതിക്കവീ പരനേകൻ, നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം. എണ്ണംതരംഗമേ അനുദിനവും നന്ദിയോടെ പാടിത്തുകൾക്കാം. എണ്ണംതരംഗമേ അനുദിനവും നന്ദിയോടെ പാടിത്തുകൾക്കാം. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടുത്തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടുത്തവ സ്നേഹമതിശയമേ. എന്നുള്ളമേ സ്തുതിക്കവീ പരനേകൻ, നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം. എണ്ണംതരംഗമേ അനുദിനവും നന്ദിയോടെ പാടിത്തുകൾക്കാം. എണ്ണംതരംഗമേ അനുദിനവും നന്ദിയോടെ പാടിത്തുകൾക്കാം. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ. തന്നെ ദേഹമെന്ന തിരശീല ചിന്തിക്കവ മോക്ഷമാർഗം തുറന്നു. തന്നെ ദേഹമെന്ന തിരശീല ചിന്തിക്കവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്കവീ പരനേകൻ, നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം. എണ്ണംതരംഗമേ അനുദിനവും നന്ദിയോടെ പാടിത്തുകൾക്കാം. എണ്ണംതരംഗമേ അനുദിനവും നന്ദിയോടെ പാടിത്തുകൾക്കാം. പാപരോഗത്താണി വലഞ്ഞു തെയ്യുമാശയിലകലഞ്ഞു. പാപരോഗത്താണി വലഞ്ഞു തെയ്യുമാശയിലകലഞ്ഞു. പരക്കേടിടുമ്പോൾ തിരുമേനി അത് നിന്റെ പാപമെല്ലാം ചുമന്നു. പരക്കേടിടുമ്പോൾ തിരുമേനി അത് നിന്റെ പാപമെല്ലാം ചുമന്നു. എന്നുള്ളമേ സ്തുതിക്കവീ പരനേകൻ, നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം. എണ്ണംതരംഗമേ അനുദിനവും നന്ദിയോടെ പാടിത്തുകൾക്കാം. എണ്ണംതരംഗമേ അനുദിനവും നന്ദിയോടെ പാടിത്തുകൾക്കാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചും കൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈനീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി, അവൻ്റെ കൈ സൗഖ്യമായി. ജീവവചനത്തിൻ്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഹൃദയ കാഠിന്യത്താൽ ദുഃഖിപ്പിക്കരുത് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ, കർത്താവായ യേശുക്രിസ്തു കരുണയുടെ നിറകുടവും മനസ്സലിവുമുള്ളവനാണ്. അവൻ്റെ കരുണ അനുഭവിക്കാത്തവരായ ആരുമില്ല. സൗഖ്യം കൽപ്പിക്കുവാൻ യേശുവിന് ഇന്നും കഴിയും. അവനോട് സൗഖ്യം ചോദിച്ചവർക്കും ചോദിക്കാത്തവർക്കുമൊക്കെ കർത്താവ് സൗഖ്യം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഭർത്യമായി കാഴ്ച ചോദിക്കുകയും അവന് ലഭിക്കുകയും ചെയ്തു എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. എന്നാൽ ആലയത്തിൽ 18 സംവത്സരമായി കൂന് ബാധിച്ച് ആരാധന അർപ്പിക്കുവാൻ വന്ന സ്ത്രീ യേശുവിനോട് സൗഖ്യം ചോദിച്ചതല്ല.
എന്നാൽ അവളെ കണ്ട് മനസ്സലിഞ്ഞ് യേശു അവൾക്ക് കൊടുത്തതാണ് അവൾ പ്രാപിച്ച സൗഖ്യം. അതുപോലെ ഇവിടെ പള്ളിയിൽ വെച്ച് ശബത്തിൽ നടക്കുന്ന ഒരു സൗഖ്യമാണ് വിഷയം. വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ പള്ളിയിൽ ഉണ്ടായിരുന്നു. യേശു അവനെ സൗഖ്യമാക്കി. അവൻ യേശുവിനോട് സൗഖ്യം ആവശ്യപ്പെട്ടില്ല. എന്നാൽ സൗഖ്യം അവന് അനിവാര്യമായ ഘടകമായി മാറുകയായിരുന്നു. പരീശന്മാരുടെ ധാർഷ്ട്യത്തിൻ്റെയും ദൈവിക കൽപ്പനകളെ വികലമാക്കുന്നവരുടെ ഹൃദയകാഠിന്യത്തെയും ശാസിക്കുവാനും അവരെ ചില ആത്മീയ സത്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയുമാണ് ഇവിടെ വരണ്ട കൈയുള്ള മനുഷ്യന് കർത്താവായ യേശു ക്രിസ്തു സൗഖ്യം കൽപ്പിക്കുന്നത്. യേശു കൽപ്പിച്ചു തരുന്ന സൗഖ്യത്തിന് വ്യത്യസ്തമായ ഉദ്ദേശങ്ങളുണ്ട് എന്ന് തിരുവചനങ്ങൾ വ്യക്തമാക്കുന്നു. യേശു സൗഖ്യമാക്കുന്നവരുടെ മേലും ദൈവിക പദ്ധതികൾ വ്യത്യസ്തമായ നിലകളിലുണ്ട്. ഇവിടെ പള്ളിയിലെത്തിയ യേശു ശബത്തിൽ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്ന പരീശന്മാർ. യേശുവിൻ്റെ മേൽ അനേക കണ്ണുകൾ പതിഞ്ഞിരുന്നു. അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ശബത്ത് ദിവസം അവൻ ആരെയെങ്കിലും രോഗികളെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം പരീശന്മാർ. സൗഖ്യമാക്കുന്നെങ്കിൽ അവൻ്റെ മേൽ കുറ്റം ചുമത്താം എന്നതായിരുന്നു അവരുടെ താല്പര്യം. യേശു ശബത്തിനെ ലംഘിച്ചു എന്ന് വരുത്തി അവൻ്റെ മേൽ കുറ്റം ചുമത്തേണം എന്ന ആഗ്രഹത്താൽ അവർ തന്നെ ദുഷ്ടഹൃദയത്തോടെ വീക്ഷിക്കുന്നത് തിരിച്ചറിഞ്ഞ കർത്താവ് അവിടെ അവന് സൗഖ്യം കൽപ്പിക്കുക മാത്രമല്ല, അവരെ ദൈവകൽപ്പനയുടെ ഉദ്ദേശങ്ങളെ അവർ വികലമാക്കുകയാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയും കൂടി ചെയ്യുകയാണ് ചെയ്തത്. അവരുടെ ദുഷ്ടഹൃദയത്തിലെ ചിന്തയെ വിവേചിച്ചറിഞ്ഞ കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം: ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടിട്ട് അവർ മിണ്ടാതിരുന്നു എന്നാണ് തിരുവചനം ഓർപ്പിക്കുന്നത്. ശബത്തിൽ ജോലി ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ശബത്തിൽ നന്മ ചെയ്യരുത് എന്ന ആശയത്തിലല്ല. നന്മ ചെയ്യാം, എന്നാൽ വിലക്കിയിട്ടുള്ളവ ചെയ്യരുത്. ഇവിടെ ഈ കൽപ്പനയുടെ അതിരുകൾ വിശാലമാക്കി ശബത്തിൽ ഒന്നും ചെയ്തുകൂടാ, നന്മയും പാടില്ല എന്ന നിലയിൽ പരീശന്മാർ എത്തി നിൽക്കുകയാണ്. കർത്താവ് അവിടെ വ്യക്തമാക്കിയത് ഓരോ കൽപ്പനയും ദൈവം പറഞ്ഞിരിക്കുന്നതിലപ്പുറം അമിത പ്രാധാന്യം കൊടുക്കുവാനോ അതിനോട് കൂട്ടുവാനോ അതിൽ നിന്ന് കുറയ്ക്കുവാനോ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് യേശു കർത്താവ് അവരുടെ മുഖത്ത് നോക്കി വെളിപ്പെടുത്തി പറയുകയായിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ചും കൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി എന്നാണ് വാക്യത്തിൽ കാണുന്നത്. കോപത്തോടും ദുഃഖത്തോടും കൂടിയുള്ള നോട്ടം. യേശു അവരോട് കോപിച്ചു എങ്കിലും കോപത്താൽ അവിടെ ഒരു പാപവും പ്രവർത്തിക്കുന്നില്ല. യേശുവിൻ്റെ കോപത്തിനും ദുഃഖത്തിനും കാരണം അവരുടെ ഹൃദയ കാഠിന്യമായിരുന്നു. യേശു കോപിച്ച സന്ദർഭം വളരെ വിരളമാണ്. അത് ആത്മീയ എരിവ് നിമിത്തമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ചില സന്ദർഭങ്ങളിൽ കോപിച്ചത്. എന്നാൽ യേശു പലപ്പോഴും ദുഃഖിച്ചു എന്ന പലയിടങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അത് ദൈവജനത്തിന്റെ ഹൃദയകാഠിന്യ നിമിത്തമാണ്. ഇന്നും തൻ്റെ ജനത്തിന്റെ ഹൃദയകാഠിന്യത്താൽ യേശു ദുഃഖിക്കുന്നുണ്ട് എന്നും യേശുവിന് ദുഃഖം ഞാൻ കൊടുക്കരുത് എന്നും ഓരോ ദൈവ പൈതലും തീരുമാനിക്കണം. യേശുവിനെ മശിഹിയായി അംഗീകരിക്കുവാൻ തക്ക എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നിട്ടും അവർ യേശുവിനെ നിരസിക്കുക മാത്രമല്ല, ഒടുക്കിക്കളയുവാൻ കൂടെ കുറ്റമന്വേഷിക്കുന്ന പരീശ പ്രമാണികളുടെ ഹൃദയം എത്രയോ കഠിനപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയുക. പ്രിയരെ, ഇന്നും അങ്ങനെയുള്ളവരില്ലേ? യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ, യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ, വേർപെട്ട വിശ്വാസ ആരാധനയ്ക്കായി ഇറങ്ങുവാൻ, ദൈവിക നടത്തിപ്പിൻ പ്രകാരം നിത്യത അവകാശമാക്കിയെടുക്കുവാൻ താല്പര്യപ്പെടാതെ വചനത്തെ നിരസിക്കുന്ന, ദൈവിക കൽപ്പനകളെയും അപ്പോസ്തല ഉപദേശങ്ങളെയും വികലമാക്കി കളയുന്നവർ ഇന്നും ഈ സമൂഹത്തിൽ ഏറെയുണ്ട്. ദൈവഹിതത്തിനും നിയോഗത്തിനും വഴിപ്പെടാതെ മറുത്തു നിൽക്കുന്ന ഹൃദയത്തെ കഠിന ഹൃദയം എന്ന് തിരുവെഴുത്തുകൾ വെളിപ്പെടുത്തുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം പരിശോധിച്ചാലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണെങ്കിലും
സങ്കീർത്തനങ്ങളിലും അങ്ങനെ നമുക്ക് പലയിടങ്ങളിൽ കാണുവാൻ കഴിയുന്നു. ഹൃദയകാഠിന്യം അത് ഒരുവന്റെ നാശത്തിൽ കൊണ്ടെത്തിക്കുവാൻ പോകുന്ന ശക്തിയുള്ളതായ ഒരു കാര്യമാണ്. ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയത് അവന്റെ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ നാശത്തിൽ തന്നെ കലാശിച്ചു. കോരസിനും ബെത്സൈദ എന്നീ പട്ടണങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അതിനെ കർത്താവ് ശാസിക്കുകയുണ്ടായി എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവവചനത്തിന് മുൻപിൽ വിറയ്ക്കുന്നവരെ ദൈവത്തിന് പ്രസാദമാണ്. പ്രിയരെ, ഇവിടെ അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം യേശു കോപിച്ചു. ദുഃഖിച്ചും കൊണ്ട് പള്ളിപ്രമാണിമാരെ ചുറ്റും നോക്കി. അത്യുന്നതനായ ദൈവത്തിന് മുൻപാകെ മനുഷ്യൻ എത്ര നിസ്സാരന്മാരാണ് എന്ന് ആ നോട്ടം വ്യക്തമാക്കുകയായിരുന്നു. വരണ്ട കൈയുള്ള മനുഷ്യനോട് മുൻപോട്ട് വരിക, കൈ നീട്ടുക എന്ന് യേശു പറഞ്ഞു. അവൻ കൈ നീട്ടി, അവന് സൗഖ്യമായി. അവൻ സൗഖ്യമാകുവാൻ കാരണം ഭൂരിപക്ഷം വരുന്ന പ്രമാണിമാരുടെ മുഖം നോക്കാതെ, അവരെ അനുസരിക്കാതെ, ഭയക്കാതെ അവൻ യേശുവിൻ്റെ മുഖം നോക്കി യേശുവിൻ്റെ കൽപ്പന അനുസരിച്ചു എന്നുള്ള ഏക കാരണമാണ്. അവൻ പള്ളിപ്രമാണിമാരെ നോക്കി യേശുവിനെ അനുസരിക്കാതിരുന്നു എങ്കിൽ അവൻ സൗഖ്യം പ്രാപിക്കുകയില്ലായിരുന്നു. യേശുവിനെ അനുസരിച്ചാൽ എനിക്ക് സൗഖ്യമുണ്ടാകും എന്നവൻ വിശ്വസിച്ചതിനാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് തിരുവചനം വ്യക്തമാക്കുകയാണ്. അവൻ അംഗീകരിച്ച ആ സത്യം പരീശപ്രമാണിമാരെക്കാളും പുരോഹിതന്മാരെക്കാളും യേശു ഉന്നതനും ദൈവപുത്രനുമാണ് എന്നുള്ളതാണ്. പള്ളിയിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, പ്രമാണിമാരിൽ നിന്നും, പുരോഹിതന്മാരിൽ നിന്നും എന്തു തിന്മ വന്നാലും, വിലക്ക് കൽപ്പിച്ചാലും, അവർ എന്നെ പുറത്താക്കിയാലും, ദൈവപുത്രനായ യേശുവിനെ അനുസരിക്കുന്നത്, ദൈവത്തെ ഭയക്കുന്നത്, ഈ ദൈവപുത്രനെ ആരാധിക്കുന്നത്, ഇവനെ പിൻപറ്റുന്നത് യോഗ്യമാണെന്ന് അവൻ കരുതി. അല്ല എങ്കിൽ ആ സാഹചര്യത്തിൽ പരീശന്മാരെയും പുരോഹിതന്മാരെയും ഭയന്ന് ഒരു സാധാരണക്കാരൻ യേശുവിനെ അനുസരിക്കുവാൻ തുനിയുമായിരുന്നില്ല. കൂടപ്പിറപ്പുകളെ, നാം ഭയക്കുന്നത്, അനുസരിക്കുന്നത് മനുഷ്യരെയോ അതോ ദൈവപുത്രനെയോ? മനുഷ്യർ വിലക്കിയാലും പുറത്താക്കിയാലും ദൈവപുത്രനെ അനുസരിക്കുവാനും അനുഗമിക്കുവാനും സൗഖ്യം പ്രാപിക്കുവാനും നന്മ പ്രാപിക്കുവാനും നിത്യജീവൻ അവകാശമാക്കിയെടുത്ത് ഒരു നിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും ഇന്ന് പകലിലും അവനിൽ ആശ്രയിച്ച്, അവനിൽ വിശ്വസിച്ച് സമർപ്പിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം വ്യക്തവും ശക്തമായി കേട്ട് ഗ്രഹിച്ച് അനുസരിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ അതിന് സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയ കാഠിന്യം ദൈവത്തെ വേദനിപ്പിക്കുവാൻ ഇടയാക്കാതെ ഹൃദയകാഠിന്യം ഇല്ലാത്തവരായി ജീവിപ്പാൻ, ഞങ്ങളുടെ ഹൃദയം അലിവുള്ള ഹൃദയമായി ദൈവവചനത്തിന്, ദൈവശബ്ദത്തിന് അനുസരണം വരുത്തുന്ന, ദൈവത്തെ മാനിക്കുന്ന ഹൃദയമാക്കി തീർക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ ഭയപ്പെടാൻ, അങ്ങേ ബഹുമാനിക്കുവാൻ, അങ്ങയുടെ സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം മക്കളുമേൽ കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് പകലിലും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജനം വചനമനുസരിച്ച് സൗഖ്യം പ്രാപിക്കട്ടെ, നന്മ പ്രാപിക്കട്ടെ. കർത്താവ് അത് അനുഗ്രഹിച്ച് ചെയ്യുന്ന വണ്ടറുകൾക്കായി സ്തോത്രം, മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിന്, അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. What
ഉള്ളമേ